വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും 40% താഴെ BPL പട്ടികയിൽപ്പെട്ട ആൾക്കാരുടെ സ്ഥലമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 40 അതിൽ കൂടുതലോ ഉള്ള ഈ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭൂമി 3 സെന്റ് മാത്രമുള്ളവര് അവരെവിടെ കൊണ്ടുപോയി ശവമടക്കം ചെയ്യും? ആ ചോദ്യമാണ് കോൺഗ്രസ്സുകാരാ നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ അവർക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കല്ലേ ഇത്രയും കാലം? ഭരണത്തിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയപ്പോ നിങ്ങൾ എന്തേ കരുതിയത്? ഈ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ പണക്കാര് മാത്രമാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്തത് ആണോ? അതോ നിങ്ങളുടെ സഹകരണ ബാങ്കിലേക്ക് അന്ന് പണം തന്ന പണക്കാര്, അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണോ ഈ പഞ്ചായത്തിന് ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ ഗ്രാമപഞ്ചായത്തിനെ മുച്ചോടും മുടിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ സാധാരണക്കാരന്റെ ആവശ്യം നിങ്ങളെടുത്ത് വന്ന് പറയുമ്പോ നിങ്ങൾ ഒരിക്കൽ പോലും അതിന് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. നിങ്ങൾ നിലകൊള്ളുന്ന ഇവിടെ പണമുള്ളവരുടെ കൂടെ, പണക്കാർക്ക് വേണ്ടി മാത്രം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇവിടെ പട്ടികജാതിക്കാരനുണ്ടോ, പിന്നോക്കക്കാരനുണ്ടോ, ഭൂമിയില്ലാത്തവരുണ്ടോ, BPLകാരനുണ്ടോ, അവരുടെ പ്രശ്നവും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നം ഒത്തുതീർപ്പ് രാഷ്ട്രീയം മാത്രമാണ്. ആ രാഷ്ട്രീയത്തിന്റെ പുറകെ നിങ്ങൾ പോയപ്പോ നിങ്ങൾ ഇവിടുത്തെ സർവ്വസാധാരണക്കാരനെ മറന്നുകൊണ്ടുപോയി. അതുകൊണ്ടാണ് 1998 തുടങ്ങേണ്ട പദ്ധതികളും ഇവിടെ 10-30 വർഷമാണ് നടക്കേണ്ടതെന്നാ പറയുന്നത്. വിറക് വെച്ചുള്ള ഒരു ശവസംസ്കാര ചടങ്ങിന് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ച സ്ഥലമാണ് നമ്മുടെ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത്. വിറക് കൂട്ടി ശവങ്ങൾ കത്തിക്കാൻ തീരുമാനിച്ചു. ശരി, എന്നാ അതെങ്കിൽ അത് തുടങ്ങിയിട്ട് 30 കൊല്ലത്തിൽ കൂടുതലായി. ഏകദേശം ഇപ്പൊ പറഞ്ഞു കേട്ടിടത്തോളം ഒരു 1.5 കോടി രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. 1.5 കോടി രൂപയോളം ചെലവ് വന്നിട്ട് ഏതെങ്കിലും ഒരു ശവശരീരം അവിടെ കൃത്യമായിട്ട് സംസ്കരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. ഈ വടക്കേക്കാട് പഞ്ചായത്തിലെ സർവ്വസാധാരണക്കാരൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ അതിന് മറുപടി പറയണം. നിങ്ങൾ ഈ പറഞ്ഞ ആരെയാ നിങ്ങളെ ഏൽപ്പിച്ചത്? എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടോ? ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയാണോ അത് നിർമ്മിക്കുക എന്നുള്ളത്? നിങ്ങളെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോ അത് നടക്കില്ലെന്ന് കണ്ടപ്പോ നാട്ടുകാരുടെ ഗൾഫിൽ ഒരു കമ്മിറ്റിയെ വിളിച്ച് ഏൽപ്പിച്ചു എന്നാ പറയണത്. അത്ഭുതമല്ലോ ഇത്? വേറെ ഏത് നാട്ടിൽ കേട്ടിട്ടുണ്ട് നിങ്ങൾ? നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ നികുതി പിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു തരേണ്ട ആ ക്രിമിറ്റോറിയം, വേണ്ട സാധാരണ ഒരു ശവദാഹ പ്രദേശം, ഒരു ശ്മശാനം നിർമ്മിച്ചു തരുന്നതിന് വേണ്ടി നിങ്ങൾ ആശ്രയിച്ചത് ആരെയാണെന്ന് അറിയാമോ? സേവന പ്രവർത്തനം ചെയ്യുന്ന ഗൾഫിലെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു അത്ര പണം പിരിച്ച് അവിടെ ശ്മശാനം ഉണ്ടാക്കാൻ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. അതിനാണ് നിങ്ങൾക്ക് നികുതി പിരി ഞങ്ങൾ തരുന്നത്. ഞങ്ങളിവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ആ അപ്പുറത്തെ സിനിമ ടാക്കീസിൽ പോയിട്ട് ഒരു സിനിമ കണ്ടാൽ, ഏത് കാലം മുതൽ നമ്മൾ തൊട്ട് നമ്മളെ വൈലത്തൂർ MC മൂവീസ് പോലെ സിനിമ കാണുന്നതല്ലേ? അവിടെ ടിക്കറ്റിന് പണം കൊടുക്കുമ്പോൾ പോലും നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ പണം വാങ്ങിയിരുന്നോ? എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിനോദ നികുതി ഉൾപ്പെടെ വാങ്ങിവെച്ച നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഞങ്ങൾ ഓരോരുത്തരുടെ നികുതി പണം കൊണ്ട് നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ആ ഭരണസഭ ചെയ്തു തരേണ്ടതാണ് ശ്മശാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പകരം നിങ്ങൾ എന്താ ചെയ്തത്? കേട്ടുകേൾവിയില്ലാത്ത പോലെ ഏതോ ഒരു സംഘടനയെ, കുറച്ച് സ്വകാര്യ വ്യക്തികളെ അവരെ ഏൽപ്പിച്ചു നിങ്ങൾ ശ്മശാനം ഉണ്ടാക്കി കൊടുക്കാൻ. എന്നിട്ട് അവർ ഗൾഫിൽ പിരിക്കുന്നു, അവർ നാട്ടിൽ പിരിക്കണു. എത്ര രൂപ പിരിച്ചു? ആരാ ചെലവഴിച്ചത്? ആരുടെ കയ്യിലെ കണക്കുള്ളത്? കോൺഗ്രസ്സുകാരാ നിങ്ങൾ പറ. നിങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചതിന്? നിങ്ങൾ ആരാണ് ഉത്തരവാദിത്തപ്പെടുത്തിയത്? നിങ്ങൾക്ക് മുകളിലുള്ള ഏതെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തന്നിരുന്നോ? അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല. ആരാണ് ഇവർക്ക് ഇത്തരം തോന്നിയാസം ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? ജനങ്ങളാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ സർവ്വസാധാരണക്കാരായ ആൾക്കാരെ കാലങ്ങളായിട്ട് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അവർ കൊടുത്തിരിക്കണം. ആ കൊടുത്തവരെ അവര് പണം പിരിച്ചു. അതിന്റെ കണക്കാർക്കറിയാം. ആ പണം പിരിച്ചു, ഉപയോഗിച്ചു എന്ന് പറയുന്നു. എന്നിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ശ്മശാനം, വിറക് ശ്മശാനം ഇപ്പോഴും അവിടെ ഒന്നും ആവാതെ കിടന്നത്. അവിടെ കത്തിച്ച ശവശരീരങ്ങളുടെ പല ബന്ധുക്കളും ആ കാലത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അപകടകരമായ അവസ്ഥ. ആ ശ്മശാനത്തിൽ കത്തിച്ച പല മൃതശരീരങ്ങളും പാതി വെന്തത് കിട്ടിയിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരാ, നിങ്ങളുടെയൊക്കെ ഭരണത്തിന്റെ പ്രാമുഖ്യം കൊണ്ട് ഈ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ സർവ്വസാധാരണക്കാരന് മരണശേഷം ലഭിക്കേണ്ട ഒരു ബഹുമതി, ആദരവ് പോലും കൊടുക്കാൻ സാധിക്കാതെ പാതി വെന്ത ശവശരീരം എടുത്ത് വേറെ കത്തിക്കേണ്ട അവസ്ഥ ഈ ക്രിമിറ്റോറിയം, ഈ പറഞ്ഞ ശവദാഹം ഈ ശ്മശാനത്തിൽ ഉണ്ടാക്കി വെച്ച പാർട്ടിയെ കോൺഗ്രസ്